CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ശക്തിന്റെ തട്ടകത്തിൽ പൂരം ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. പകൽപൂരത്തിന്റെ മേളം പൂർത്തിയാക്കി തിരുവമ്പാടിയും പാറമേക്കാവും പടിഞ്ഞാറേ നടയിലെത്തിയാണ് ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞത്. അടുത്ത കൊല്ലം ഏപ്രിൽ 17-നാണ് പൂരം. ആചാരപ്പെരുമയിൽ ദേശങ്ങളൊന്നിച്ചപ്പോൾ 230ാമത് പൂരത്തിന് പ്രൗഢമായ പരിസമാപ്തി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന കുണ്ടന്നൂർ സ്വദേശി രാകേഷാണ് മരിച്ചത്. രാകേഷിന് 85% പൊള്ളലേറ്റിരുന്നു. ഇതോടെ വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 17ആയി. വിശ്വാസകടലായി മാറിയ പ്രദക്ഷിണത്തോടെ പാവറട്ടി വിശുദ്ധ ഔസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലി തിരുനാളിന് ഭക്തിനിർഭരമായ സമാപ്തി. 150ാം തിരുനാളിന്റെ ഭാഗമായുള്ള സമ്മാനതകളില്ലാത്ത പ്രദക്ഷിണം പാവറട്ടിയുടെ വീതികളെ പ്രാർത്ഥനാമയമാക്കി. സംസ്ഥാനത്ത് പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം വരുന്നു. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് നിയന്ത്രണം നടപ്പിലാക്കുക. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണമുണ്ടാകും. ലോഡ് കൂടുന്നതിനനുസരിച്ച് പ്രാദേശികമായ നിയന്ത്രണം ഏർപ്പെടുത്തും. സാധ്യമായ സമയത്ത് SMS വഴി അറിയിക്കുമെന്നും KEB അറിയിച്ചു. പുന്നയൂരിലെ ആധുനിക വാതക ശ്മശാനം അടച്ചുപൂട്ടിയ UDF ഭരണസമിതിക്കെതിരെ LDF നേതൃത്വത്തിൽ പഞ്ചായത്ത് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചരിത്രപ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരാഘോഷം ആവേശം തീർത്തു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം വൈക്കോലും കയറും കൊണ്ടുണ്ടാക്കിയ കുതിരയെ അലങ്കരിച്ച് വലിയമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു വെക്കും. തടസ്സം നേരിടാതിരിക്കാൻ ഗണപതിക്കിടൽ ചടങ്ങ് നടത്തി. പ്രാദേശിക പൂരങ്ങൾ 3:30 മുതൽ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. വൈകിട്ട് 5:30 നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 40ഓളം ആനകൾ അണിനിരന്നു. വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെങ്ങിലശ്ശേരി ഏകാദശി ആഘോഷിച്ചു. കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് ഡിവൈഎഫ്ഐ കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് കുപ്പികൾ നിക്ഷേപിക്കാൻ മുള കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ സ്ഥാപിച്ചു. തെങ്ങുകയറ്റ യന്ത്രത്തിൽ കാൽ കുടുങ്ങിയ 35-കാരനെ രക്ഷകരായി കുന്നംകുളം ഫയർഫോഴ്സ്. പെരുമ്പിലാവ് സ്വദേശി അമീന്റെ പറമ്പിലെ തെങ്ങിൽ യന്ത്രസഹായത്താൽ കയറി 45 അടി ഉയരത്തിൽ തലകീഴായി കുടുങ്ങിപ്പോയ കൊരട്ടിക്കര കോടത്തുകുണ്ടിൽ വിനീഷിനെയാണ് അഗ്നിശമന സേനയുടെ സമയോചിത ഇടപെടൽ രക്ഷയായത്. തൂവാനൂർ ശ്രീ പാലത്തും ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തിന്റെയും പൂരമഹോത്സവത്തിന്റെയും ഭാഗമായുള്ള കലാപരിപാടികൾക്ക് തുടക്കമായി. കടവല്ലൂർ വടക്കുമുറിയിൽ നോർത്ത് വൈക്കിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ ബ്രദേഴ്സ് കോക്കൂർ കിരീടം നേടി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.